ഇന്നത്തെ കള്ളെങ്ങനെയുണ്ട് പറയാ? നീ പോഞ്ഞിക്കനെ മനസ്സിലായതുകൊണ്ടാ. എവിടുത്തെ കണക്ക് പറ. അയാളൊരു ആനക്കാരൻ. എനിക്ക് മന്ദുള്ള ആനക്കാരൻ എന്ന് പറഞ്ഞത്. അയ്യോ ചൂടായ സാറേ, ആനക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുപ്പിയുടെ പേരാ. നിങ്ങളുടെ വന്ന് കണ്ടുകൊണ്ട് പറഞ്ഞല്ല, കാശ് വെച്ചാട്ടെ. ഓരോരുത്തമാരെ തിരിച്ചിരിക്കുക അത് രാവിലെ. ഇവിടുത്തെ കണക്കെന്താ? കാള വന്ന് കപ്പ 2. കള്ളില്ലടാ. ഇന്നത്തെ കള്ള് തീരെ മോശമാ, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. ഓഹോ, ഞാൻ തുറപ്പാ ചോന്നേടാ. സപ്ലൈക്ക് നിർത്തിയിരിക്കണം, നീ കുടിച്ച് ഓഫാവണം. കണ്ടറാക്കെ ക്ഷമിക്കണം. ഇവിടെ കുടിക്കാൻ വരുന്നവരെല്ലാം കള്ള് മോശമെന്ന് പറഞ്ഞു. എല്ലാത്തിൽ നിന്ന് ഓരോ ഗ്ലാസ് ഞാൻ അടിച്ചു നോക്കിയത്. രാമേന്ദ്ര, രാമേന്ദ്ര. അമ്മാവ, ഞാനൊന്ന് വീട്ടിലോട്ട് കയറിയിട്ട് വരാം. നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ കൂടുതൽ ദുഃഖിപ്പിക്കരുതെന്ന് കരുതിയാണ് പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ എഴുതി അറിയിക്കാഞ്ഞത്. എന്തുണ്ടായി അമ്മാവ? അന്ന് കല്യാണപ്പന്തലിൽ വെച്ച് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ ബോധം കെട്ട് വീണ നിന്റെ അമ്മ. ഒന്ന് സമാധാനമായിട്ടിരിക്കും. അവൻ ഒരാപത്തും കൂടാതെ മറിഞ്ഞു വരും. എന്റെ അമ്മയും അനുജത്തിയും. അമ്മേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം മറക്കൂ കുഞ്ഞ്. മറക്കാനോ? ആ ദ്രോഹി എന്നെ ചതിച്ചു, എന്റെ കുടുംബം തകർത്തു കളഞ്ഞു. അവനെ ഞാൻ എല്ലാം ക്ഷമിക്കൂ കുഞ്ഞ്. മോളെ സരളേ. അച്ഛാ, ചേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്. ബാലകൃഷ്ണന്റെ കത്തോ? അതെ. മോള് തന്നെ ഒന്ന് വായിക്കേ. പ്രിയപ്പെട്ട അച്ഛനും അനുജത്തിക്കും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ അച്ഛനോട് പിണങ്ങി നാട് വിട്ടിട്ട് 5 വർഷമായി. പലയിടത്തും ചുറ്റിത്തിരിഞ്ഞു. ഇപ്പോൾ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. എനിക്ക് അച്ഛനോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അച്ഛനെയും സരളയെയും കാണാൻ ഞാൻ 2 ദിവസത്തിനകം വീട്ടിലെത്തും. അപ്പോ അവൻ ഇന്ന് എത്തണമല്ലോ? അതെ അച്ഛാ. എനിക്ക് സമാധാനമായി. ഇനി ഞാൻ അവനെ ഒരിടത്തും വിടുകയില്ല. ഇപ്പൊ അച്ഛൻ അതൊക്കെ പറയും. ചേട്ടൻ വന്നാ വീണ്ടും വഴക്ക് പറയും. ഇല്ല മോളെ, അവൻ തിരിച്ചു വരികയും നിന്നെ യോജിച്ച ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്താൽ എന്റെ ഭാരം തീർന്നു. അച്ഛാ, അരി അടുപ്പത്തെടുക്കുന്നു. ഞാൻ ഇപ്പൊ വരാം. ഈശ്വര, എന്റെ മകൻ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലേ. നീയോ? അതെ, ഞാൻ വരില്ലെന്ന് വിചാരിച്ചു. നിന്റെ പണമപഹരിച്ചതല്ലേ നീ എന്നെ ജയിലിൽ അയച്ചത്? അതിന്റെ പലിശ സഹിതം കണക്ക് തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രാമേന്ദ്ര, അന്ന് നീ മുതലാളിയെ കണ്ട് എന്റെ രഹസ്യങ്ങളെല്ലാം അറിയിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയന്നുപോയി. എന്റെ നിലനിൽപ്പിനെ കരുതിയാ ഞാൻ എല്ലാം ചെയ്തു പോയത്. നിന്റെ നിലനിൽപ്പിന് വേണ്ടി നീ എന്റെ കുടുംബം നശിപ്പിച്ചു. എന്റെ അമ്മ ഹൃദയപ്പൊട്ടി മരിച്ചു. എന്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തു. ഞാൻ തെറ്റുകാരനാണ്. പക്ഷേ ആ തെറ്റുകൾക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടി രാമേന്ദ്ര. വളഞ്ഞ വഴിയിലൂടെ ഞാൻ നേടിയതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ ജോലിയും പ്രതാപവും സമ്പാദ്യവും എല്ലാം കുറെ കടം മാത്രം ബാക്കിയായി. എന്റെ അമ്മയുടെയും പെങ്ങളുടെയും ജീവൻ നിനക്ക് തിരിച്ചു തരാൻ കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കൂ രാമേന്ദ്ര. ക്ഷമിക്കാനോ?
ഞാൻ കൊല്ലുകയുമില്ല. രാമേന്ദ്രനല്ലേ സരളെ? അയ്യോ, എന്ത് സംഭവിച്ചു? അച്ഛൻ അച്ഛൻ ചേട്ടാ, എന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? ആ രാമേന്ദ്രൻ കൊന്നതായിരിക്കും മോനെ. ഏത് രാമേന്ദ്രൻ? അച്ഛന്റെ കൂടെ കമ്പനിയിൽ ക്യാഷ്യറായിരുന്നവൻ. ഞാൻ താഴെ വന്നപ്പോഴേക്കും അവൻ സരളയും കടത്തിക്കൊണ്ട് പോകുന്നതാണ് കണ്ടത്. സരളയെ കടത്തിക്കൊണ്ടത്? എന്നെ അടിച്ച് വീഴ്ത്തിയിട്ടാണ് അവൻ അവളെയും കൊണ്ട് കടന്നു കളഞ്ഞത്. ചേട്ടാ, അവനിപ്പോ എവിടെ കാണും ചേട്ടാ? പറയൂ. ഞങ്ങൾക്കറിയില്ല കുഞ്ഞെ. ഈ ചിതയിൽ എന്റെ അച്ഛനും എന്റെ കുടുംബത്തിന്റെ അഭിമാനവും എല്ലാം എരിഞ്ഞടങ്ങുകയാണ്. അച്ഛാ, ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പെങ്ങളെയും കണ്ടുപിടിച്ച് അവനെ ഇതുപോലെ ഞാൻ ചുട്ടരിക്കും. ഇത് സത്യം. എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു? നിന്നെ കൊണ്ടുവന്നത് എന്റെ അച്ഛനെ കൊന്നതുപോലെ എന്നെയും കൊല്ല്. നിന്നെ കൊല്ലാതെ കൊല്ലാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ പെങ്ങള് മാനം കെട്ട് കിണറ്റിൽ ചാടി മരിച്ച നിനക്കറിയാമോ? അതിന് പകരം നീ മാനം കെട്ട് ഇഞ്ചിഞ്ചായി നശിക്കുന്നത് നീ കാണണം. അതിനെന്നെ കിട്ടുകയില്ലടാ. എന്റെ മാനം പോയാൽ ആ നിമിഷം ഞാൻ മരിക്കും. എടീ, ഇതിനകത്ത് വെച്ച് നിനക്ക് മരിക്കാൻ കഴിയില്ല. നിന്നെ ഞാൻ ഒട്ടുവിട്ട് അയക്കുകയില്ല. ഒരു പെണ്ണിന്റെ നേരെ ഇത്രയും പരാക്രമം കാണിക്കുന്ന നീ ഒരു മനുഷ്യനാണോ? എടീ, എന്നെ മനുഷ്യനില്ലാതാക്കി തീർത്തത് നിന്റെ അച്ഛനാണ്. എനിക്കിനി എങ്ങനെയും ജീവിക്കാം, എന്തും ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്ന അനുസരിക്കാതെ നിനക്ക് രക്ഷയില്ല. ഞാനോ? നിൽക്കവിടെ. നീ എന്താ കാണിക്കുന്നത്? ഇവിടെ ഒരു പാവം പെണ്ണല്ലേ. എന്നെ രക്ഷിക്കൂ ചേച്ചി. കാര്യമില്ല മോളെ, പേടിക്കണ്ട. നീ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. അവളിറങ്ങി ഓടാൻ പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പുറത്തു വിടുന്നത് ആപത്താണ്. അവളെങ്ങും പോകാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ നിയന്ത്രണം വിട്ട് പെരുമാറുന്നതാണ് ആപത്ത്. ഇവിടെ പെണ്ണിനെ കൊണ്ടുവന്ന വിവരം പോലീസ് അറിഞ്ഞാൽ? അമ്മണിയമ്മ എന്തിനാ പോലീസിനെ ഭയക്കുന്നത്? എത്ര വലിയ ആൾക്കാർ നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ബുദ്ധിമോശം കാണിക്കണോ? ശരി, രാമേന്ദ്രൻ പൊയ്ക്കുള്ളൂ. ശരി, ഞാൻ പോകുന്നു. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? മോളെ, നീ എന്തിനാ കരയുന്നത്? നീ ഭാഗ്യമുള്ളവളായതുകൊണ്ടായി എന്റെ വീട്ടിൽ തന്നെ വന്നു ചേർന്നത്. എനിക്കൊരു ഭാഗ്യവും വേണ്ട. എന്റെ അച്ഛനെ കൊന്നിട്ടാണ് ആ ദ്രോഹി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അനിയത്തി, അവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. നിന്റെ വേദനകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ചേച്ചി, എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിനി ജീവിക്കുന്നത്. നിന്റെ ചേട്ടനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇന്നു മുതൽ ഇത് നിന്റെ വീടാണെന്ന് കരുതിയാൽ മതി.